ഗീവിംഗ് കുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓണഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംസാരിക്കാണ്ട് പോകുന്നത് മൂലം, പൂരാടം, ഉത്രാടം ഈ 3 നക്ഷത്രക്കാരുടെ ഓണഫലമാണ്. ഈ ഓണം എങ്ങനെയാണ് നിങ്ങൾക്കെന്നുള്ള ഫലമാണ് നമ്മൾ സംസാരിക്കേണ്ടി പോകുന്നത്. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മൂല നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഈ ഓണം എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്, ഓണഫലമാണ്. മൂല നക്ഷത്രക്കാർ വളരെയധികം സത്യസന്ധരായ ആളുകളാണ്. ഇത് തന്നെ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മൂല നക്ഷത്രക്കാർ സത്യസന്ധമായി പലതും പറയുകയും പെട്ടെന്ന് തന്നെ കോപിക്കുകയും ബന്ധുജനങ്ങളോട് അകന്നു നിൽക്കുന്ന സ്വഭാവത്തിൽപ്പെട്ടതും കർക്കശരായ ആളുകളുമാണ്. നിയമപരമായ ജോലികൾ ഇഷ്ടപ്പെടുന്നതും അതിനതൊക്കെ വിദ്യാഭ്യാസം നേടുകയും അത്തരം ജോലികൾ ചെയ്യുകയും നിയമപരിപാലനം ചെയ്യുന്ന ആളുകളുമാണ് മൂല നക്ഷത്രക്കാർ. അപ്പോൾ ആഘോഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന്, വീട്ടിൽ നിറച്ച ആളുകൾ വരിക, കൂട്ടം കൂടുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ 20 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 28 വയസ്സിന് ശേഷം ഇവർ ആഗ്രഹിക്കും. ആദ്യകാലത്ത് കുട്ടിക്കാലവും വളരെ സന്തോഷമാണ് അവർക്ക്. മുതിർന്നത് 10, 18, 19, 20, 23, 25 വയസ്സ് വരെ അത്ര എല്ലാ കാര്യത്തിലും അവർ ഉൾപ്പെടുമെങ്കിലും തീർച്ചയായും ഒരു പ്രായപൂർത്തി വളരെയധികം മുന്നോട്ട് പോകുന്ന പോലെ ഇവർ ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കും. സ്വയം ഉൾവലിയുന്നൊരു സ്വഭാവം മൂല നക്ഷത്രക്കാർക്കുണ്ട്. മിക്കപ്പോഴും ആഘോഷവേള സമയങ്ങളിൽ മൂല നക്ഷത്രക്കാരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ ബന്ധുക്കളിൽ നിന്ന് മാറി നിൽക്കാനോ ഏകാന്തതയുള്ള സ്ഥലങ്ങളിലേക്ക്, കളത്തിലും പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് സ്വയം അല്ലെങ്കിൽ വെറുതെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവുക ഒറ്റയ്ക്ക് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനാണ് മൂല നക്ഷത്രക്കാർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മൂല നക്ഷത്രക്കാരുടെ ഇത്ര ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ആഘോഷവേള ഇടയിൽ ഇവർ പലപ്പോഴും സമൂഹത്തോട് വിട്ടു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഓണക്കാലം ആയിക്കോട്ടെ, ഏതൊരു ആഘോഷകാലം ആയിക്കോട്ടെ, പൂർണ്ണമായും തീർച്ചയായും സന്തോഷപ്രദമായ കാര്യങ്ങളൊന്നും ആവുകയില്ല. ഒരു പക്ഷേ മുൻകാലത്ത് കണ്ട ആളുകളോട് വീണ്ടും കാണാനും ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ്. കൂടുതലും ഏകാന്തമായിട്ട് ഇവർ മാറുന്നതുകൊണ്ട് തന്നെ ഓണക്കാലമല്ല, ഏതൊരു ആഘോഷകാലങ്ങളും അത്ര നന്മയായ അനുഭവങ്ങളല്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇതൊരു ബാഡ് ന്യൂസ് ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ കട്ടിയാക്കി സന്തോഷിക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കൃത്രിമമായി സന്തോഷം വരുത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഓണക്കാലം നല്ലതെന്ന് നമുക്ക് പറയാം. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടില്ല. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൂരാട നക്ഷത്രക്കാരെ കുറിച്ചാണ്. പൂരാട നക്ഷത്രക്കാർ വളരെ തമാശ ആസ്വദിക്കുന്നവരും എവിടെ ചെന്നാലും ആളുകളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളും സന്തോഷമുള്ള ആളുകളും ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും പുറമെ സന്തോഷം കാണിക്കുന്ന ആളുകളുമായ ആളുകളാണ് പൂരാട നക്ഷത്രക്കാർ. ഇവർക്ക് എല്ലാ ആഘോഷക്കാലവും ഇവർക്ക് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആളുകളോട് ഇവർക്ക് പൊരുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏതെങ്കിലും ബന്ധുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഗ്രഹങ്ങൾ, ജോലിസ്ഥലം, ഇവിടെയൊക്കെ ഇവർക്ക് തീർച്ചയായും ഓണം എന്ന് പറയുന്നൊരു സമയം വളരെയധികം അംഗീകാരങ്ങൾ, അതുപോലെ തൊഴിൽ ലാഭം, ആളുകളുടെ സഹകരണം, പുരസ്കാരങ്ങൾ കൂട്ടുക, ബഹുമാനിക്കുക, പൂഴ്ത്തി പറയുക മറ്റുള്ളവർ തുടങ്ങിയ കാര്യങ്ങളെ പറയും. പക്ഷേ ഒരു കാര്യം മാത്രം നമുക്ക് ലഭിക്കത്തില്ല, അതായത് തിരുവോണത്തിൻ്റെ അന്ന് ഭക്ഷണം ലഭിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സമയം തെറ്റിയ ഭക്ഷണം കിട്ടുള്ളൂ. അത് ജോലി തിരക്ക് കൊണ്ടാണ്. ഇനി അതുപോലെ തിരുവോണം നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രമാണ് പൂരാടം. അപ്പോൾ പൊരുത്തമില്ലാത്തത് കൊണ്ട് തന്നെ പൊരുത്തമില്ലാത്തത് കൊണ്ട് തന്നെ ആ ദിവസവും പൊരുത്തമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ജോലി തിരക്കായിരിക്കാം. ഭക്ഷണ സമയം എല്ലാവരും ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പൂരാട നക്ഷത്രക്കാർ ജോലിയുടെ തിരക്കിലായിരിക്കും. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന കയ്യിലൊക്കെ നിറച്ച അഴുക്കാണ്, ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കാം അവർക്ക് ഭക്ഷണം കിട്ടും. സ്വന്തം ഭവനത്തിലാണെങ്കിൽ ചിലപ്പോൾ ഇത് തന്നെ സംഭവിക്കും. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പെട്ടുപോവുക. അവിടുന്ന് ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞ് 4 മണി 5 മണി വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഭക്ഷണങ്ങൾ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് പൂരാട നക്ഷത്രം പോകുന്നത്. ഇതൊരു വലിയ കുറവ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു കാര്യം മാറ്റി നിർത്തുവാണെങ്കിൽ ബാക്കി എല്ലാ കാര്യം കൊണ്ടും പൂരാട നക്ഷത്രക്കാർക്ക് തീർച്ചയായും വളരെ വലിയ ഭാഗ്യമുണ്ട് ഈ ഓണക്കാലത്ത് മനസ്സിലാക്കുക. പല ആളുകളും പലതരം ജോലികൾ പറഞ്ഞും പല കാര്യങ്ങൾ സംസാരിച്ചും ഒക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ് പൂരാട നക്ഷത്രത്തിന്. സ്വതവേ ഇവർ ദുഃഖിതരാണ്. ദുഃഖത്തെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ദുഃഖിക്കുന്ന അനുഭവങ്ങളിലേക്ക് വീണ്ടും ചെന്ന് കയറുകയും ചെയ്യുന്ന, ദുഃഖിക്കുന്ന അനുഭവത്തിൽ വീണ്ടും ചെന്ന് കയറുന്ന സ്വഭാവമുള്ളവരാണ് പൂരാട നക്ഷത്രം. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് നല്ല അനുഭവങ്ങളുണ്ട്. ആ ഒരു കാര്യം കൂടുതൽ ദുഃഖകരമായ കാര്യങ്ങൾ ഓർത്ത് ടൈം കളയാൻ മുന്നോട്ട് നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് എടുക്കാനായിട്ട് വരും. ഇപ്പോൾ കലാപരമായ കാര്യങ്ങളൊക്കെ വളരെയധികം കഴിവുള്ളവരാണ് പൂരാട നക്ഷത്രക്കാർ. പക്ഷേ ചില മടി, നാണം, ചമ്മൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ
പുരാട നക്ഷത്രക്കാർ അത്ര കലാപരമായ കാര്യങ്ങളിലൊന്നും തിളങ്ങാനായിട്ട് ചിലപ്പോൾ പൊതുജന സമൂഹത്തോട് ചിലപ്പോൾ ഇവർക്കൊരു മടി അല്ലെങ്കിൽ ഫേസ് ചെയ്യാനുള്ള ഭയം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഭയക്കുന്ന ഒരു നക്ഷത്രമാണ് പുരാട നക്ഷത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നക്ഷത്രത്തിൻ്റെ മൃഗം കപിയാണ്, വാനര വിഭാഗത്തിൽപ്പെട്ടാണ്. അപ്പം വാനരം എന്ന് പറയുന്നൊരു ജീവി പെട്ടെന്ന് പേടിക്കും. അതായത് വളരെ എളുപ്പമാണ്, ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ പേടിക്കുന്ന ജീവിയാണ് വാനരം. പക്ഷേ അത് ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ കല്ല് വെച്ച് നമ്മൾ തിരിച്ചറിയും, അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കും. പക്ഷേ അല്ലാത്ത ടൈമിൽ, അതിന് ദേഷ്യമില്ലാത്ത ടൈമിൽ അതിനെ ഭയങ്കര വേഗത്തിൽ പേടിപ്പിച്ച് ഓടിക്കുക. അപ്പം അങ്ങനൊരു കുഴപ്പം പുരാട നക്ഷത്രത്തിനുണ്ട്. അപ്പം നക്ഷത്രം മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഭയം വരിക, പെട്ടെന്ന് തന്നെ ഭയക്കുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ പുരാണ നക്ഷത്രക്കാർ അതിനെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് പതിയെ മൂഡ് മാറും. നിങ്ങൾക്ക് മൂഡ് മാറും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓരോ ടൈമിൽ ഓരോരോ സ്വഭാവം നിങ്ങൾക്ക് മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ അതിൽ ഊർജിതമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങൾക്ക് കലാപരമായ കഴിവുകളിലും നിങ്ങൾ ചെയ്യേണ്ട ജോലികളിലുമൊക്കെ ധൈര്യസമേതം ജോലികളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റും. തിരുവോണം അല്ലെങ്കിൽ ഓണക്കാലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യത്തിൻ്റെ കാലമാണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന ഉത്രാട നക്ഷത്രക്കാരെ കുറിച്ച്. ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല സമയമാണ്. ഓണത്തോടനുബന്ധിച്ച് നമ്മൾ വിശദമായിട്ട് എടുത്തു പറയുന്ന നക്ഷത്രങ്ങളിലൊന്ന് പ്രധാനമാണ് ഉത്രാടം. ഉത്രാട ദിന പ്രത്യേക ഓണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉത്രാട പാച്ചിലെന്ന് കേട്ടിട്ടുണ്ട്. ഉത്രാടത്തിൻ്റെ തലേന്നൊക്കെ സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് പ്രധാനമായിട്ടും എടുത്തു പറയുന്ന നക്ഷത്രങ്ങളാണ് തിരുവാതിര, തിരുവോണം, അത്തം, അതുപോലെ തന്നെ ഉത്രാടം തുടങ്ങിയ നക്ഷത്രങ്ങളെല്ലാം ഓണത്തിന് വളരെയധികം പ്രിയപ്പെട്ട നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഉത്രാടം കൊണ്ട് കാര്യങ്ങളൊക്കെ അവസാനിക്കുന്ന ഓണത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഉത്രാടം കൊണ്ട് അവസാനിച്ച് ഓണത്തിൻ്റെ തിരക്ക് അവസാനിച്ചിട്ട് തിരുവോണത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പായ ഉത്രാട പാച്ചിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉത്രാടം എന്ന് പറയുന്നത് വളരെയധികം ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ആ ഉത്രാട ദിവസവും വളരെ നല്ലതാണ്. ഉത്രാട നക്ഷത്രക്കാർക്കും എല്ലാ ആളുകൾക്കും ഉത്രാടം നല്ലതാണ് ആ ഒരു സമയത്ത്. കാരണം വെച്ചാൽ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്രാടം. ഒരിക്കൽ പറയാം, തിരുവാതിര, അത്തം, തിരുവോണം, ഉത്രാടം ഇത്രയും നക്ഷത്രക്കാർക്കും നല്ല അനുഭവമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓണം അവരുടെ പേരിലാണ്. അത്തം ഓണം എന്ന് പറയുന്നത് അവരുടെ പേരിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഓണത്തിന് അറിയപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇത്രയും പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്രാടം വളരെ ഭാഗ്യമുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കയ്യിലുള്ള സമ്പത്ത്, വരുമാനം, ആ ഒരു വരുമാനത്തിനെ ജീവിത പങ്കാളിയോട് കൂടുതലായിട്ട് ഏൽപ്പിക്കുക, വരുമാനത്തെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഉത്രാട നക്ഷത്രക്കാർക്കുണ്ട്. അപ്പം അവിടെ ഒരു ബലം വെക്കണം. അതായത് പണം കംപ്ലീറ്റ്, നിങ്ങൾ ജോലി ചെയ്യുന്ന പണം മൊത്തത്തോടു കൂടി ജീവിത പങ്കാളി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ സമയത്ത് ചിലപ്പോൾ അവരുടെ കയ്യിലും എടുക്കാൻ കാണുകയില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്ന് ചിലവായി പോയി കഴിഞ്ഞാൽ വലിയ വാക്കുകർക്കത്തിലും പ്രശ്നത്തിലേക്കും പോകും. അപ്പം അതിൽ നല്ലത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായി കണക്ക് സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ലെവലും നോക്കാതെ ചിലവാക്കുന്ന സ്വഭാവം ഉത്രാടത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്രാട നക്ഷത്രക്കാരെ പണത്തിനെ ശേഖരിച്ച് വെക്കുക, പണത്തിൻ്റെ കൺട്രോൾ സ്വയം എടുക്കുക, മറ്റാരെ ഏൽപ്പിക്കാതിരിക്കുക, പണത്തിൻ്റെ സോഴ്സ്, അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അത് ചിലവാക്കുക, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ പോലും ചിലവാക്കാൻ പറ്റാതെ, അതുപോലെ തന്നെ ചെറിയ മദ്യപാനം പോലുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രാടം. വയറ് സംബന്ധിച്ച പ്രശ്നം, അസ്ഥികളെ സംബന്ധിച്ച പ്രശ്നം, ഞരമ്പുകൾ സംബന്ധിച്ച പ്രശ്നം, തലച്ചോറ് സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഉത്രാട നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ പ്രായം 18 മുതൽ 38 വയസ്സ് വരെയാണ് ഇതൊന്നും പേടിക്കേണ്ട. 38 വയസ്സിന് ശേഷമാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടത് ചെയ്യാം. എങ്കിലും 30 വയസ്സിന് മേളിലോട്ടുള്ളവരും സൂക്ഷിച്ചും കണ്ടു തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് നല്ലത്. ആഘോഷങ്ങൾ മിതമായി ആഘോഷിക്കുക, അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് മൂലം, പുരാടം, ഉത്രാട നക്ഷത്രക്കാരെ കുറിച്ചാണ്. മൂല നക്ഷത്രത്തിന് മാത്രമേ അല്പം എനിക്ക് നെഗറ്റീവ് പറയേണ്ടി വന്നുള്ളൂ, ക്ഷമിക്കുക. കാരണം മൂല നക്ഷത്രത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, അവർക്ക് നല്ലപോലെ അറിയാം. എൻ്റെ പ്രത്യേകിച്ചൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ പ്രായം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആഘോഷമാണ്, നിങ്ങളുടെ പ്രായം കൂടുന്തോറും നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കും. പിന്നെ നിങ്ങൾ വലിയൊരു സമ്പത്തിന് ഉടമയാണ്, നിങ്ങൾ ബഹുമാനിപ്പിക്കുന്ന ഒരു നിയമപരമായ പോസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളോടൊപ്പം ഈ ഒരു ഓണം അടിച്ചു പൊളിക്കും. എങ്കിലും നിങ്ങൾ കർക്കശ സ്വഭാവക്കാരായിരിക്കും. നിങ്ങളായിരിക്കും ആ കുടുംബത്തെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യും. ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നിങ്ങൾ പിന്നെ ആഘോഷങ്ങളിലേക്ക് ഇറങ്ങുക.
ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു 60% മാത്രം നിങ്ങൾ കണക്കാക്കുക. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ, ജിവിക്കൂട്ടൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക.